ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ട് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് തുടങ്ങാം, എന്താ നമുക്ക് അതിന് കിട്ടും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ വരുമാനം നേടണം, നമുക്ക് അതിന് എന്തെങ്കിലും കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പം നമ്മളൊക്കെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിത് കുറച്ച് ആൾക്കാരുള്ളൂ, കുറച്ചാണ് ഒരു 10,000-2000 ആൾക്കാരായിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് കുറേയായി. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. അത് എനിക്ക് നല്ല ബോധമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് എന്താ ചെയ്യാൻ കഴിയാത്തതെന്ന് വെച്ചാൽ, നമ്മളെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ജനങ്ങൾ നമ്മളൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. നമ്മൾ അതുകൊണ്ട് തുടർന്ന് പോകണം. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയാൽ മതി. അത് നമുക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കുക. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത ആൾക്കാരാണോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. നമ്മൾ കുറേ അറിവ് നേടിക്കാണ്ട് പറയണതല്ല, നമ്മൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, അത് തന്നെയാണ് നമ്മളെ കണ്ടന്റ്, നമ്മളെ പോയിന്റ്. കണ്ടന്റ് അല്ല, പോയിന്റ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം. ആത്മവിശ്വാസം വേണം. ഞാൻ ഇത് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാന്നുള്ള ആത്മവിശ്വാസം. ഒരിക്കലും മടി പാടില്ല. മടി എന്ന സംഗതി തന്നെ പാടില്ല. പിന്നെ നമുക്ക് കഴിയണ മാതിരിയൊക്കെ നമുക്ക് പറയാം. പിന്നെ അപ്പം ഞാൻ ഇങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ മുഖത്തോട്ട് നോക്കി. ഇപ്പം ഞാൻ എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് നോക്കി ചെയ്യുക. ഇങ്ങനെ എന്ത് വീഡിയോ ചെയ്യണമല്ലോ, മറിഞ്ഞിരുന്ന് ചെയ്യല്ല, ഫേസ് ടു ഫേസ് ചെയ്യുക. എന്നോട് കുറേ ആൾക്കാർ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞാണ് എനിക്ക് എങ്ങനെ ഇതിന് കഴിയണേ. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി നമ്മൾ ചെയ്യാം. നമ്മൾ കക്കാൻ പോലല്ലോ, നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും കാണുമെന്ന് ഇറങ്ങിയതാണ്. നമ്മൾ കക്കല്ലല്ലോ, നമ്മൾ നേരിട്ട് ചെയ്യല്ലേ. എന്തിനാ മടി, നമ്മൾ ചെയ്യന്നെ. അതന്നെ, 4 ആൾക്കാരെ ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. എനിക്കിപ്പോഴും മടിയാട്ടോ, അത് വേറെ കാര്യം, അത് ഒഴിവാക്കണം. അത് ഞാൻ പരമാവധി വയ്ക്കും. നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ നല്ലോണം അറിയാം, പക്ഷെ ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മളെടുത്തുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാനും അറിയും, നമ്മൾ കാണിക്കും. നമ്മളിപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് പഠിച്ച് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാമെന്നുള്ളത്. ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ. അത് നമ്മളിത് തുടങ്ങിയാലും മനസ്സിലായി. അപ്പോൾ ഫസ്റ്റായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ആദ്യം ചാനലിനൊരു പേര് കണ്ടെത്തുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഒന്ന് ആത്മവിശ്വാസം വേണം. എന്നെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഭാഷ, ലാംഗ്വേജ് ഇതൊന്നും അറിയണ്ട, എഡിറ്റിങ് ഇതൊന്നും അറിയണ്ട. തുടക്കത്തിൽ നമ്മൾ പറയാം, അതൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് മൊബൈലിനെ പറ്റി എഡിറ്റ് ചെയ്യാനോ ഇതിലൊന്നും അറിയില്ല. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചാരാ, ഇപ്പോൾ ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർക്കറിയാം. അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ തുടങ്ങിയത്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന വ്യക്തികളുണ്ട്. ഞാൻ ഇവിടുന്ന് വീഡിയോ അയച്ചെന്നുണ്ട്. പിന്നെ എനിക്കത് ശരിയല്ലായിട്ട് യൂട്യൂബിൽ തന്നെ നമ്മൾ എഡിറ്റിങ് വീഡിയോ കണ്ട് അങ്ങനെ ചെയ്ത് അതൊക്കെ ആൾറെഡി പഠിച്ചു വന്നോളും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആത്മവിശ്വാസം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളിടുന്നൊരു ചാനലിൻ്റെ പേര് നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഞാനിട്ടത് വിച്ചു VLR വ്ലോഗ്. പക്ഷേ ഞാനൊക്കെ ഫസ്റ്റ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളാരും ഞാൻ അതായത് ആവർത്തിക്കാതെ ഇരിക്കുക, സെർച്ച് ചെയ്യുക, ഒരു പേര് കണ്ടെത്തി. ഇപ്പം ഞാൻ ഒരു പേര് കണ്ടെത്തുകയാണെങ്കിൽ വിച്ചു VLR എൻ്റെ പേര് യൂട്യൂബിൽ അടിക്കുക. ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു പേരിൽ ഒരു ചാനലുണ്ടോ എന്ന് നോക്കുക. അത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പേര് എടുക്കരുടെത്തി നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുക പേര്. അധികം ആൾക്കാർ അവരവരുടെ പേര് കൊടുത്തുകാണ്ട് അതിന് കൊടുക്കണില്ലേ, അതേപോലെ കൊടുക്കുക. ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് നമ്മൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നീട്. അത് ആത്മവിശ്വാസം, പേര്, പിന്നെ മൊബൈല് ഏതും ആയിക്കോട്ടെ, വീഡിയോ എടുക്കാൻ പറ്റിയ മൊബൈൽ മതി. പൈസ ചിലവാക്കണ്ട മക്കളെ. ഞാൻ പറയും, നമ്മൾ ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങി 24 Ultra. എൻ്റെ ഒന്നും ആവശ്യമില്ല.
കാരണം എനിക്ക് ഇതിൽ നേടണം എന്നുള്ള ആ ഒരു ചിന്തയും പിന്നെ അതൊക്കെ വേറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രം വാങ്ങിച്ചാണ്. വെറുതെ കായ് ചിലവാക്കണ്ട, മൈക്ക വാങ്ങണ്ട, സ്റ്റാൻഡ് വാങ്ങണ്ട, ഇതൊന്നും വാങ്ങണ്ട. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് ചെയ്യുക. നല്ലൊരു ഇമെയിൽ ഐ ഡി, ഒരു ബുക്ക് എടുക്കുക. ഇമെയിൽ ഐ ഡി മസ്റ്റാണ്. പാസ്വേഡും മറക്കാൻ പാടില്ല, അത് മറക്കാൻ ഒരിക്കലും പാടില്ല. അതേപോലെ ആത്മവിശ്വാസം, പേര്, ഇമെയിൽ ഐ ഡി, അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും മറക്കാതെ, ഇത് നിർബന്ധമാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വീഡിയോസ്, നമ്മൾ എന്ത് കണ്ടന്റ്, നിങ്ങൾക്ക് ചിത്രം വരക്കാനുള്ള കഴിവാണെങ്കിൽ അത് കണ്ടന്റ് ആക്കി മാറ്റുക, ഡാൻസ് ആണെങ്കിൽ അത് കണ്ടന്റ് ആക്കി മാറ്റുക, എന്തെങ്കിലും ടെക് പരമായിട്ടാണെങ്കിൽ അത് കണ്ടന്റ് ആക്കി മാറ്റുക. ഇതൊന്നും അറിയാത്ത ഇന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം കണ്ടന്റ് ആക്കി മാറ്റുക. എല്ലാ സംഗതി, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഗതി കണ്ടന്റ് ആക്കി മാറ്റുക. നമ്മൾ അവിടെ പോണത്, നമ്മൾ ഇവിടെ ഉണ്ടാക്കണത്, നമ്മൾ അത് ചെയ്യണതും ഇത് ചെയ്യണതും അതിൽ പോകണത്, അതൊക്കെ ഒരു കണ്ടന്റ് ആക്കി മാറ്റുക. പക്ഷെ ആ കണ്ടന്റ് ആക്കി മാറ്റുമ്പോൾ നമ്മളതിങ്ങനെ സംസാരിക്കണം. ഇപ്പോൾ എൻ്റെ വ്ളോഗിനെ കണ്ട കുറേ ഞാൻ വീഡിയോ എടുത്തിട്ട്, ഫസ്റ്റ് വീഡിയോസ് ഞാൻ എടുക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാനൊരു യൂട്യൂബ് ഭ്രാന്തനാണെങ്കിൽ വരാം, യൂട്യൂബിൽ കാരണം അധിക വീഡിയോസും കാണും. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിക്കുക, പിന്നെ എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അതൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ. യൂട്യൂബിലും കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. നമ്മൾ പോലോട് ഇത് ചെയ്യടാ അങ്ങനെ ചെയ്യടാ പൊടിച്ച് ചെയ്യിപ്പിച്ചാലൊന്നുമില്ല. കുറച്ചൊക്കെ ആൾക്കാരുടെ നമ്മൾ വെച്ച് ചെയ്യിപ്പിച്ചൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെ വിരൽ തുടങ്ങി വെച്ചാൽ നമ്മളൊരു വീഡിയോ കയറി നമുക്ക് കുറച്ച് ആൾക്കാരായി, ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ആ ആൾക്കാരാണെങ്കിലും കുറഞ്ഞ ആൾക്കാരാണെങ്കിലും നമുക്ക് അവർ കാണുന്നുണ്ട്. എല്ലാവരും കണ്ടാൽ മതി, ഷെയർ ചെയ്താൽ മതി. പിന്നെ നമ്മളെ കണ്ടന്റിനനുസരിച്ച് അങ്ങനെ പോകും. ഇപ്പം എൻ്റെ വീഡിയോ ചിലതൊന്നും ആകെ ഡൗൺ ആയി കിടക്കുന്നുണ്ടാവും, ചിലത് കയറും. അതെന്താ വെച്ചാൽ നമ്മളെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയണത് അത് നിങ്ങൾ കഴിവാക്കി കൊണ്ടുവരാം. എന്തിനാ നമ്മൾ മടിച്ചു നിൽക്കണത്? ഞാനൊക്കെ നല്ല മടിയുള്ള മനുഷ്യനാണ് സത്യം പറയാൻ. ഇന്നൊക്കെ അറിയുന്ന ആൾക്കാർക്കറിയാം, ഭയങ്കര സ്കൂളിലും മത്സരമൊക്കെ ഭയങ്കര മടിൻ്റെ ഉസ്താദേന്. ഒന്നും ചെയ്യാനുള്ള മടിയല്ല, ആൾക്കാരെ അടിക്ക് ഇറങ്ങാനുള്ള മടി. ആ മടിയാ പറഞ്ഞത്. നമുക്കിത് ചെയ്യാനുള്ള ആ ഒരു മടിയല്ല. ഇപ്പം എന്തെങ്കിലും ജോലി പറഞ്ഞാൽ അതൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് വലിയ താല്പര്യം എന്തൊക്കെയുള്ള മനസ്സിലാണ്. പക്ഷെ നമുക്ക് ഈ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പാട്ടാടാൻ വിളിച്ച സ്റ്റേജിലേക്ക്, അതേപോലെ പ്രസംഗിക്കാൻ, ഡാൻസ് കളിച്ചാൻ, അല്ലെങ്കിൽ സ്പോർട്സിന് കൂടാൻ പറയാ, ഇതിൻ്റെ ഒന്നും ആളെ ഇപ്പൊക്കെ അത് കാലം മാറിട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറഞ്ഞാൽ 100ക്ക് 100ആണ്, എല്ലാ കാര്യത്തിനും ഉഷാറാണ്. അതേപോലെ നമ്മൾ എന്നാലും ഇങ്ങനെ ഇതിന് വരാൻ ചെയ്യാനൊക്കെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഇന്ന സംഗതിക്കാരം, പക്ഷെ ഇത് ചെയ്യാനറിയില്ല. ചെയ്യന്നെ, എന്തിനാരെ പിടിക്കുക, നമ്മൾ ചെയ്യണ തന്നെ അതന്നെ അതിൻ്റെ ശരി. അപ്പോഴും ജനങ്ങളെ ഏറ്റെടുക്കും. നിങ്ങൾ ചെയ്യണത് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഏറ്റെടുക്കും. അപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മളെ ചാനലുകൾ പോയി നോക്കി, ഇനി ഫസ്റ്റായിട്ട് ആൾക്കാർ തന്നെ നമ്മളിത് വരുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതന്നെ പറയുന്നത്. അപ്പം ഞാൻ നീട്ടി പരത്തി പറയണില്ല, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ആദ്യം. എന്നിട്ട് യൂട്യൂബ് ഈ 2015 യൂട്യൂബ് തുടങ്ങാൻ അയക്കണ എന്തെങ്കിലും നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വന്നോളി. അടിപൊളിയാണ് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ. ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇതൊക്കെ ഉപയോഗിക്കാം. പൈസ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഏതായാലും റീചാർജ് ചെയ്യണേ, മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കളിച്ച് കാണണേ, എല്ലാവരും കാണണേ. നമ്മളിതും പാടെ ആരെങ്കിലും കാണട്ടെ, അത്രേ ഉള്ളൂ. വേറെ ഇത് കാണണ്ടെന്നല്ല പറയണത്, അത് നമ്മൾ കാണണം. ഞാൻ എല്ലാവരും ഇപ്പോഴും കാണലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിന് കുറച്ച് പഠിക്കാണ്ടാവും, അതിന് കുറച്ച് നമുക്ക് കട എടുക്കാണ്ടാവും, കട്ടെടുത്ത് ചെയ്യാണ്ടാവും. അങ്ങനെ തന്നെ ഇപ്പോൾ വലിയ വലിയ ആക്ടർമാരൊക്കെ ചെയ്യണില്ലേ, ഇതിന്ന് ഇങ്ങോട്ട് കുറച്ച് കട്ടെടുത്തിട്ട് ഇവിടെ ചെയ്യും. സ്കിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ടി വിയിൽ, അതേപോലെ നമ്മളതിന്ന് കട്ടെടുത്ത് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുക, ആരും വേണ്ട, സപ്പോർട്ടുകളൊന്നും വേണ്ട. പിന്നെ ആൾക്കാരെ നമുക്ക് സപ്പോർട്ടിന് കൂട്ടാം. ഇപ്പം എൻ്റെ കുറച്ചിങ്ങനെ ആയപ്പോൾ എനിക്ക് ഒരാളെ വേണം, എന്തിന് ചില ക്യാമറ എടുക്കാൻ എന്തിനൊക്കെ. അതിനൊക്കെ നമുക്ക് ആരെങ്കിലും അങ്ങനെ വരുത്തും, എഡിറ്റിങ്ങിനൊക്കെ ആരെയും കൊണ്ടുവരും. നല്ല എഡിറ്റിങ് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ വരുമ്പോൾ മതി, പെട്ടെന്ന് ഇങ്ങനെ ആവണ്ട, അതിങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവാം. അപ്പോൾ ഈ 2015 നിങ്ങളെന്തായാലും ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങണം. ആദ്യം എന്ത് ചെയ്യണം, അതിനുള്ള വിശ്വാസം വേണം. ഭാഷകളൊന്നും അറിയണ്ട, പിന്നെ എഴുതി കുത്താനും മുടിച്ചാനുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി എഴുതിയാൽ മതി. ഇന്നെ പോലെ എന്ന് പറയും ഞാൻ.
ഞാൻ തന്നെ പറയും, ഞാനൊക്കെ അവിടുന്ന് നോക്കി അതിൻ്റെ കണ്ടന്റും കാര്യം തമ്മിൽ ഉണ്ടാക്കണോ നോക്കിയിട്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം. അതൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം ഒരു 3-4 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്വയം വരും. പിന്നെ നമ്മൾ ഈ പേര് ഇമെയിൽ ഐ ഡിയും ഫസ്റ്റ് ആയിട്ട് എടുക്കുക, നോക്കുക, കണ്ടന്റുകൾ കണ്ടെത്തുക, അതൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു മൂലക്ക് വെക്കി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കുക. പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ എന്നുള്ളതും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.